നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗോവിന്ദചാമി എന്ന ഒറ്റക്കയ്യനായ കൊടും ക്രിമിനൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയതോടെ സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷ ഏറെ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടും കേരളത്തിലെ ജയിലുകളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളും ഉയരുകയാണ്. ഇപ്പോൾ എല്ലാ പഴികളും വരുന്നത് ജയിൽ ജീവനക്കാർക്ക് നേരെയാണ്. അവരുടെ അനാസ്ഥയാണ് അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധയാണ് ഇതിനെല്ലാം പിന്നിൽ കാരണമെന്നാണ് ഇപ്പോൾ എല്ലാവരും വിമർശിക്കുന്നത്. ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിലും 4 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവം സമാനതകളില്ലാത്തതാണ്. അതിലെ വീഴ്ചകൾ തീർച്ചയായും പരിശോധിക്കപ്പെടണം. പക്ഷേ ആകെ വേണ്ടതിന്റെ 4-1 സ്റ്റാഫ് സ്ട്രെങ്ത് മാത്രമാണ് കേരളത്തിലെ ജയിലുകളിൽ ഉള്ളതെന്നും തങ്ങളുടെ പ്രശ്നങ്ങൾ ആരും പരിഗണിക്കുന്നില്ലെന്നുമാണ് ജയിൽ ജീവനക്കാരുടെ പരാതികൾ. കേരളത്തിലെ ജയിലുകൾ തടവുകാരെ കൊണ്ട് നിറഞ്ഞ് കവിയുകയാണ്. സംസ്ഥാനത്തെ ജയിലുകളുടെ ആകെ അംഗീകൃത പാർപ്പിട ശേഷി 7367 ആണെന്നിരിക്കെ നിലവിൽ 10375 തടവുകാരാണുള്ളത്. അതായത് 3000-ലധികം തടവുകാർ കൂടുതലാണ്. ശേഷിയുടെ 25%-ലേറെയാണിത്. തെക്കൻ കേരളത്തിൽ അംഗീകൃത ശേഷി 1693 ആയിരിക്കുമ്പോൾ 3250 തടവുകാരാണ് നിലവിലുള്ളത്. ഇത് ഇരട്ടിയോളം വരും. മധ്യമേഖലയിൽ അംഗീകൃത ശേഷി 2346 ആയിരിക്കുമ്പോൾ 3249 തടവുകാരാണ് നിലവിൽ ജയിലുകളിൽ കഴിയുന്നത്. ഉത്തരമേഖലയിൽ അംഗീകൃത ശേഷി 2689 ആയിരിക്കുമ്പോൾ 3358 തടവുകാർ കഴിയുന്നു. കേരളപ്പിറവി സമയത്ത് കേരളത്തിൽ 4 പോലീസ് ജില്ലകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 14 കോടതികളുടെ എണ്ണവും വർദ്ധിച്ചു. എന്നാൽ ജയിലുകളുടെ എണ്ണത്തിലും പദവിയിലും ആവശ്യത്തിന് വർധനയുണ്ടായില്ല. കേരളപ്പിറവിക്ക് ശേഷം 2022 മാത്രമാണ് ഒരു സെൻട്രൽ ജയിലിൽ ഉണ്ടായത്. തവനൂരിലാണത്. വിയൂരിൽ നല്ല സൗകര്യങ്ങളോടെ അതിസുരക്ഷാ ജയിൽ ഉണ്ടാക്കിയെങ്കിലും ജീവനക്കാരുടെ കുറവ് കാരണം പൂർണ്ണശേഷിയിൽ അന്തേവാസികളെ പാർപ്പിക്കാനാകുന്നില്ല. തടവുകാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ജയിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് നേരിടുന്നത്. 6 തടവുകാർക്ക് 1 ഓഫീസർ എന്നാണ് ജയിൽ ചട്ടവും കേന്ദ്ര നിയമവും. അതുപ്രകാരം ജയിലുകളിലെ ഗാർഡിംഗ് ചുമതലകൾക്ക് മാത്രമായി ഏകദേശം 5000-ലേറെ ജീവനക്കാർ വേണം. നിലവിൽ 1731 ജീവനക്കാർ മാത്രമാണ് ഈ ചുമതലയിലുള്ളത്. 10375 തടവുകാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു ദിവസം കുറഞ്ഞത് 5187 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെയാണ് ആവശ്യമുള്ളത്. എന്നാൽ സംസ്ഥാന ജയിൽ വകുപ്പിൽ ആകെ 1284 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികകൾ മാത്രമാണുള്ളത്. 1729 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാർ വേണ്ടിയെടുത്ത് വെറും 447 പേരാണുള്ളത്. ഇത് ജീവനക്കാർക്ക് അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും സൃഷ്ടിക്കുന്നു. ജീവനക്കാരുടെ എണ്ണത്തിലെ ഈ കുറവ് ജയിലുകളുടെ സുഗമമായ പ്രവർത്തനത്തെയും തടവുകാരുടെ സുരക്ഷയെയും പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ ഈ വലിയ കുറവ് നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നു. പലപ്പോഴും 24 മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നതും ഇവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇത് ജയിലുകളിലെ ക്രമസമാധാനം പാലിക്കുന്നതിനും തടസ്സമുണ്ടാക്കുന്നു. നിലവിൽ സെൻട്രൽ ജയിലുകളിൽ റിമാൻഡ് പ്രതികൾ, വിചാരണ തടവുകാർ, ഗുണ്ടാ സംഘങ്ങൾ എന്നിങ്ങനെ എല്ലാവരെയും ഒന്നിച്ചാണ് പാർപ്പിക്കാറുള്ളത്. ഇത് സെൻട്രൽ ജയിലുകളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുന്നു. വിവിധ സ്വഭാവക്കാരായ തടവുകാരെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ഉദ്യോഗസ്ഥർക്ക് അധിക ബാധ്യതയാകുന്നു. ഗോവിന്ദചാമിയെ പോലുള്ള കൊടും ക്രിമിനലുകൾ തെറി പറഞ്ഞും ഭക്ഷണമെറിഞ്ഞും മലം വാരി എറിഞ്ഞതൊക്കെ സഹിച്ചാണ് അവർ ജയിലിൽ നടത്തിക്കൊണ്ടുപോകുന്നത്. മുൻ ജയിൽ സൂപ്രണ്ടും മുൻ DIGയുമായ S. സന്തോഷ് ജയിൽ ജീവനക്കാരുടെ ഈ അവസ്ഥയെ വിഷം പാനം ചെയ്യുന്ന പരമശിവനോടാണ് ഉപമിക്കുന്നത്. ലോക നന്മയ്ക്ക് വേണ്ടി വിഷം ആഹരിക്കേണ്ടി വന്ന ശിവൻ അത് തന്നെ ബാധിക്കാതെ കണ്ടത്തിൽ ഒതുക്കി. അതുപോലെ അവനവനെ ബാധിക്കാത്ത തരത്തിൽ വിഷം കഴുത്തിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ് ജയിൽ ജീവനക്കാരും. യാതൊരു കുറ്റവും ചെയ്യാതെ ജീവപര്യന്തവും ഇരട്ട ജീവപര്യന്തവും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് പ്രിസൺ ഓഫീസർമാർ. ഓരോ ജയിൽ ജീവനക്കാരനും വിരമിക്കുമ്പോൾ 2-3 ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തു വരുന്ന അവസ്ഥയാണ്. അവർ ദിവസേന കാണുന്നത് കുറ്റവാളികളെയാണ്. ഒരു ദിവസവും മറ്റൊരു ദിവസവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതായിപ്പോവും. ഇങ്ങനെ ദീർഘകാലം ജയിലിൽ ജോലി ചെയ്ത് പുറത്തു വരുന്നവർക്ക് പുറമേയുള്ള ലോകം അഡ്ജസ്റ്റ് ചെയ്യാനും വലിയ പ്രയാസമാണ്.
ഇതുമൂലം ചില ജയിൽ ജീവനക്കാരുടെ സ്വഭാവത്തിലും കാര്യമായ മാറ്റം കാണാറുണ്ട്. തന്റെ സർവീസ് കാലയളവിൽ തന്നെ സഹപ്രവർത്തകരായ 3-4 പേരുടെ ആത്മഹത്യയും ഉണ്ടായിട്ടുണ്ട്. അമിതമായ സമ്മർദ്ദം ചിലരെ മദ്യപാനികളാക്കി. 6 മണിയാകുമ്പോൾ യൂണിഫോം ഊരി ക്വാർട്ടേഴ്സിൽ പോയി ഡ്രസ്സ് മാറി ഉടനെ മദ്യശാലയിലേക്ക് പോകുന്ന അവസ്ഥ. ഇപ്പോൾ വെൽഫെയർ ഓഫീസർമാരുടെ സേവനം ഉപയോഗിച്ച് ജീവനക്കാരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും എസ് സന്തോഷ് പറയുന്നു. താരതമ്യേന മോശമില്ലാത്ത ശമ്പളമാണ് പ്രിസൺ ഓഫീസർമാർക്ക്. എന്നാൽ ഇതിനേക്കാൾ എത്രയോ കുറവ് ശമ്പളമുള്ള ജോലി കിട്ടിയാലും അത് ഉപേക്ഷിച്ചു പോകുന്ന പ്രവണതയുമുണ്ട്. ട്രെയിനിങ്ങിന് വേണ്ടി കെട്ടിവെച്ച ബോണ്ട് തുക ഉപേക്ഷിച്ചു പോലും ഒരുപാട് പേർ ജോലി വിടുന്നു. അന്തേവാസികളുടെ ആശുപത്രിയിൽ കൊണ്ടുപോകൽ തൊട്ട് ജയിൽ ചപ്പാത്തി വരെയുള്ള എത്രയോ ഉത്തരവാദിത്തങ്ങൾ ഇതിനു പുറമെ ജയിൽ ജീവനക്കാരുടെ മേലാണ്. ഈ അഡീഷണൽ ജോലിക്കുള്ള സ്റ്റാഫിനെങ്കിലും തരണമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത്. നിലവിലുള്ള 57 ജയിലുകളിലും പാർപ്പിക്കാനാകാത്ത വിധം അന്തേവാസികളുടെ എണ്ണം കൂടിയതോടെ 3 പുതിയ ജയിലുകൾ കൂടി സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകുന്നു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, കോഴിക്കോട് ജില്ലയിലെ വടകര, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്നിവിടങ്ങളിലാണ് പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നത്. തളിപ്പറമ്പിൽ നിർമ്മാണം 60% പിന്നിട്ടു. വടകരയിൽ ജയിലിനായുള്ള സ്ഥലം ഏറ്റെടുത്തു. മണ്ണാർക്കാട് സ്ഥലം ഏറ്റെടുപ്പിനുള്ള നടപടി പൂർത്തിയായി. ദിനം പ്രതി അന്തേവാസികളുടെ എണ്ണം കൂടി വരികയാണ്. 5 വർഷത്തിനിടെ കേരളത്തിൽ ജയിലുകൾ അന്തേവാസികൾ 40%-ലേറെ വർദ്ധിച്ചു. കുറ്റകൃത്യങ്ങൾ പെരുകിയതും അതിൽ നാർക്കോട്ടിക് കേസുകൾ വർദ്ധിച്ചതും ഇത്തരം കേസുകളിൽ ജാമ്യവ്യവസ്ഥ കോടതി കർശനമാക്കിയതുമാണ് ജയിലിലെ അന്തേവാസികളുടെ എണ്ണം പെരുകാൻ പ്രധാന കാരണമായി പറയുന്നത്. ഇപ്പോൾ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ശാസ്ത്രീയമായ ജയിൽ പരിഷ്കരണ നടപടികൾ ഉണ്ടാകണമെന്നാണ് ജീവനക്കാരുടെയും ആവശ്യം. ഏതായാലും പുതിയ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലടക്കം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി കൃത്യമായിട്ട് തന്നെ കുറ്റവാളികളെ നിരീക്ഷിക്കാൻ ജയിൽ സംവിധാനങ്ങൾ പരിഷ്കരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. ഗോവിന്ദചാമി വർഷങ്ങളായി ജയിൽ ചാടാൻ പ്ലാനിംഗ് നടത്തി വരികയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആദ്യം ജയിൽ അധികൃതരിൽ നിന്നും താൻ ജയിൽ ചാടാൻ ഉദ്ദേശമുള്ള ആളല്ലെന്ന ബോധം വളർത്തിയെടുത്തു. ഇതിനുശേഷമാണ് എങ്ങനെ ജയിൽ ചാടണമെന്ന പ്ലാനിംഗ് അടക്കം ചാമി നടത്തിയത്. പല വിധത്തിൽ ജയിൽ ചാട്ട ആലോചനകൾ നടന്നു എന്നാണ് സൂചന. മതിൽ തുരന്ന് ജയിൽ ചാടാനാണ് ഗോവിന്ദചാമി ആദ്യം ശ്രമിച്ചത്. ഇതിന് ശ്രമം തുടങ്ങിയെങ്കിലും എളുപ്പമല്ലെന്ന് കണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ക്വാറന്റൈൻ വാർഡിന്റെ 6 മീറ്റർ ഉയരമുള്ള മതിൽ ഒരാൾക്ക് കടക്കാവുന്ന വട്ടത്തിൽ 10 സെന്റിമീറ്ററോളം കമ്പി കൊണ്ട് തുരന്നെങ്കിലും ആ ശ്രമം ഉപേക്ഷിച്ചു. 10ാം ബ്ലോക്കിൽ നിന്ന് പുറത്തു കടന്ന് മുൻപെടുത്തു വെച്ച കമ്പി കൊണ്ട് മതിൽ തുരക്കുകയായിരുന്നു. വിചാരിച്ച വേഗത്തിൽ തുരക്കാൻ കഴിയാതെ വന്നതോടെയാണ് പദ്ധതി ഉപേക്ഷിച്ചത്. ഇതിനുശേഷമാണ് ജയിൽ ചാട്ടത്തിന് മറ്റു മാർഗങ്ങളും ഇയാൾ ആലോചിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. 2011 മുതൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഗോവിന്ദചാമി ഏറെക്കാലം ജയിൽ അധികൃതർക്ക് തലവേദനയായിരുന്നു. എന്നാൽ 3 വർഷമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജയിൽ ചാടാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് അധികൃതർ കരുതിയില്ല. ജയിലിൽ ജോലി ചെയ്യുന്നതിനിടെ പ്രശ്നമുണ്ടാക്കിയതിന് 10 മാസം തടവിന് ശിക്ഷിച്ചിരുന്നതായി റിപ്പോർട്ട് ചെയ്തു. ഗോവിന്ദചാമിക്കൊപ്പം സഹതടവുകാരൻ സുരേഷ് കണ്ണനെയും ജോലി ചെയ്യിക്കാറില്ല. മാനസിക ദൗർബല്യത്തിന് ചികിത്സയിൽ കഴിയുന്ന ആളാണ് സുരേഷ്. ഇവർ തമ്മിൽ സെല്ലിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. മരുന്ന് കഴിക്കുന്നതിനാൽ രാത്രി 10 ആകുമ്പോഴേക്കും സുരേഷ് ഉറങ്ങും. അതുകൊണ്ട് തന്നെ ഗോവിന്ദചാമി സെല്ലിന്റെ ഇരുമ്പഴി മുറിക്കുന്നത് അറിഞ്ഞില്ലെന്നാണ് നിഗമനം. അതേസമയം സുരേഷിനെ പദ്ധതി അറിയാമായിരുന്നെങ്കിലും ജയിൽ ചാടാൻ നിന്നില്ലെന്നുമാണ് വിവരം. ജയിൽ ചാടാൻ ഗോവിന്ദചാമി നടത്തിയത് 3 വർഷത്തെ തയ്യാറെടുപ്പും ആസൂത്രണവുമെന്ന് ഉത്തരമേഖല ജയിൽ DIG വിജയ്കുമാറിന്റെ റിപ്പോർട്ട് പറയുന്നു. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യയ്ക്കാണ് റിപ്പോർട്ട് നൽകിയത്. ജയിൽ ചാട്ടത്തിന് എലിയെ പോലും ഗോവിന്ദചാമി ടൂളാക്കി. സെല്ലിലേക്ക് എലി കയറുന്നത് തടയാൻ വാതിലിന് താഴെ തുണി തിരികെ വെക്കാൻ ഗോവിന്ദചാമി ജയിൽ അധികൃതരുടെ അനുമതി നേടി. വാതിലിൽ ഇരുമ്പ് കമ്പി അറുത്തുമാറ്റുന്നത് ആരും കാണാതിരിക്കാൻ തുണി ഉപയോഗിച്ച് മറച്ചു. കമ്പി മുറിക്കാനുള്ള ചെറിയ ആയുധങ്ങൾ 3 വർഷം മുമ്പേ ഇയാൾ ശേഖരിച്ചു. രാത്രികളിലാണ് കമ്പി മുറിച്ചത്. പുതപ്പും തുണിയും ഉപയോഗിച്ച് സ്വന്തം ഡമ്മിയും ഇയാൾ ഉണ്ടാക്കി. അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഡമ്മി പുതച്ചിട്ട ശേഷം സെല്ലിന് പുറത്തു കടന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെ പുറത്തിറങ്ങിയ ഗോവിന്ദചാമി ജയിൽ വളപ്പിലെ മതിലിനടുത്തേക്ക് പോകുന്നതിനിടയിൽ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞെങ്കിലും അതൊന്നും തന്നെ നിരീക്ഷിക്കുന്ന ജീവനക്കാർ കണ്ടില്ല എന്നുള്ളതാണ് ഗോവിന്ദചാമിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയത്.